പണ്ട് ഞാൻ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വീട്ടിൽ ആരും സമ്മതിക്കില്ല, ആരും സമ്മതിക്കാൻ ഫാദറെ സമ്മതിക്കില്ല. കാരണം അവരത് എന്തിനത് ചെയ്തിട്ട് ഒരു കാര്യമില്ലല്ലോ എന്ന് ചിന്തിക്കാം. ആ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിരിക്കുന്ന സമയത്ത് ഇതേപോലെ വലിയ വലിയ ബിസിനസ്സുകളും അല്ലെങ്കിൽ പ്ലാന്റുകളോട് കൊണ്ടുവരാമെന്ന് പറയുന്നത് എത്ര എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. പാക്കേജിംഗ് ഒക്കെ ഭയങ്കര ഫാക്ടേഴ്സിലോട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കേരളത്തിൽ. ആളുകളെല്ലാം ഒരു പ്രീമിയം ഫീലിലേക്ക് കുറേ സാധനങ്ങൾ നശിപ്പിച്ച് കളയുന്നുണ്ട്. ഒരു പച്ചക്കറി മേടിച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചു, അത് കുറേ കൊണ്ടേ കളയും, കറി വെച്ച് കുറേ കൊണ്ടേ കളയും. 10 ഇയേഴ്സിൽ ഞങ്ങളുടെ ഒരു ടേൺ ഓവർ 1660 ക്രോസിലോട്ട് എത്തിക്കണമെന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത്. ഷോപ്പിംഗ് വിൽ ബി ആൻ എക്സ്പീരിയൻസ്. ഐ മീൻ ഫിസിക്കൽ ഷോപ്പിംഗ് വിൽ ബി ആൻ എക്സ്പീരിയൻസ്. ബാക്കിയെല്ലാം ഓൺലൈനിൽ നമുക്ക് വീട്ടിലെത്തും. നമ്മൾ പണ്ട് എൻ്റെ അടുത്തൊരു 10,000 രൂപ ഉണ്ട്, നമുക്ക് രണ്ടുപേർക്ക് ഒരു ബിസിനസ് തുടങ്ങാം, അങ്ങനെ ചെയ്യരുത്. ഈ നേരത്തെ ഷെയർ ചെയ്തിരുന്നല്ലോ, ഒരു പീപ്പിൾ മാനേജ്മെൻറ്റിന് എവിടെയും പോയി പഠിക്കാൻ പറ്റില്ല, അല്ലെ ആളുകൾ എങ്ങനെ മാനേജ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ പറഞ്ഞു സ്പോർട്സിൽ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആളായിരുന്നു. എത്രത്തോളം സ്പോർട്സ് പീപ്പിൾ മാനേജ്മെൻറ്റിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? എന്നെ സംബന്ധിച്ചിടത്തോളം സ്പോർട്സ് ഭയങ്കരമായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം സ്പോർട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ജോയിൻ ചെയ്തൊരു കൊല്ലം ബാസ്കറ്റ്ബോളിലായിരുന്നു, പിന്നെ ഫുട്ബോളിൽ വന്നു. ഫുട്ബോളിൽ വന്ന ടൈമിൽ ഞാൻ കാരണം ടീം തോറ്റുണ്ട്. ഞാൻ എൻ്റെ മിസ്റ്റേക്കും കൊണ്ട് ഒരു ടീം അങ്ങനെ തന്നെ തോറ്റുപോയി. അന്ന് ഗോൾ അകത്ത് പോയി കഴിഞ്ഞാൽ നോക്കുമല്ലോ ഓട്ടോമാറ്റിക്കായിട്ട്. ഞാൻ ഗോൾ കീപ്പറായിരുന്നു. ഞാൻ കാരണം ടീം തോറ്റു. ആ ടീം അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കാരണം ടീം തോക്കരുത് എന്നുള്ളൊരു ആഗ്രഹം എന്നിൽ വന്നിരുന്നു. അപ്പോൾ അതിനെന്നെ സഹായിച്ചത് എൻ്റെ ടീം തന്നെയാണ്. എൻ്റെ സീനിയേഴ്സും എൻ്റെ കോച്ചുമാണ് എന്നെ അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്തു. അത് നമ്മുടെ ഇതിൽ വന്നു, ഒരു മൈൻഡിൽ വന്നു. പിന്നെ അതിനുവേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തു. പിന്നെ നമ്മൾ കാരണം ടീമുകൾ ജയിക്കാൻ തുടങ്ങി. ഞാൻ നമ്മളെന്ന് പറയുമ്പോൾ എന്നെ മാത്രമല്ല, ഞങ്ങളുടെ മൊത്തത്തിൽ ഒരു ടീം. അതായത് ഒരാള് ബേസിക്കലി ഇച്ചിരി ബാക്കൗട്ട് ആയി കഴിഞ്ഞാൽ ഒരു എൻ്റെ ടീം തോക്കാം എന്നുള്ളൊരു തോട്ട് കിട്ടിയെന്ന്. ഉറപ്പായിട്ടും എൻ്റെ ഒരു അശ്രദ്ധ കൊണ്ട് മാത്രമാണ് തോറ്റത്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് അന്ന് ഒരു മാച്ച് കളിക്കണേ. അപ്പോൾ ഒന്ന് എല്ലാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നിന്ന് ഗോള് പോയി, ടീമും തോറ്റു. പിന്നെ ഞങ്ങൾ അതിൽ നിന്ന് ആസ് എ ടീം വർക്ക് ചെയ്ത് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്ന് വർക്ക് ചെയ്ത് അന്ന് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ പൊള്ളാച്ചിയിൽ വിശ്വദീപ്തി ഈസ് എ പ്രൈഡ്. ഫുട്ബോളിൻ്റെ ഒരു പ്രൈഡ് തന്നെയാണ് വിശ്വദീപ്തിയുടെ ടീം. അപ്പോൾ ആ ഒരു ഫീല് ശരിക്കും ഒരു ടീം മാനേജ്മെന്റ് അതിൽ നിന്ന് തന്നെ ശരിക്കും ഞങ്ങൾ അന്ന് കൂടുള്ളവർ എങ്ങനെ റിയാക്ട് ചെയ്തു? ഈ മറ്റ് പ്ലേസ് ഒരു അശ്രദ്ധ മൂലമാണ് തോറ്റത്, അവരെങ്ങനെയായിരുന്നു റെസ്പോണ്ട് ചെയ്തത്? അവരാരും അന്ന് എന്നെ കുറ്റപ്പെടുത്തിയ കളിയാക്കൊന്നും ചെയ്തൊന്നുമില്ല. സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് അന്ന് എന്നെ കൊണ്ടുപോയത്. അന്ന് ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു 7 പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അന്ന് കൂടെ പഠിച്ചിരുന്നവർക്ക് ആർക്കായാലും എല്ലാവരും ഒരു ഫോക്കസ് ഓറിയന്റഡ് ഒന്നും അല്ലാത്തതുകൊണ്ട് ആർക്കും അതൊരു വലിയൊരു ഫീൽ ആയിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ ഞങ്ങൾക്ക് തോക്കരുതെന്ന് ഞങ്ങളുടെ ഉള്ളിൽ എല്ലാവർക്കും ഫീൽ ചെയ്തു. അങ്ങനെയാണ് ഞങ്ങളത് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എനിക്ക് പറഞ്ഞുതരാൻ പറ്റുക, ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് +1 ജോയിൻ ചെയ്യും. ഏറ്റവും കൂടുതൽ പിള്ളേരും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സുകളും തമ്മിൽ സ്പ്ലിറ്റായി പോകുന്ന ഒരു സമയമാണ്. ആ ടൈമിൽ ഞാൻ എൻ്റെ +1 തിരിച്ചു വരുമ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് സച്ചിൻ എന്ന് പറഞ്ഞിട്ട്, ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാണ്. എടാ എന്ത് ചെയ്യും, ടീം ആരുമില്ല, ഉണ്ടായിരുന്ന നല്ല സ്റ്റാർ ഫോർവേഡേഴ്സ് എല്ലാവരും പോയി, വേറെ സ്കൂളിലേക്ക് പോയി. അതിൽ ഒരുത്തം പോയത് അടുത്ത പോലെ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഓപ്പോസിറ്റ് കളിക്കാൻ. അപ്പോൾ അതും ഞങ്ങൾക്കൊരു വെല്ലുവിളി തന്നെയാണ്. അങ്ങനെ മിഡില്ല, ഡിഫൻസ് ഇല്ല. അപ്പോൾ ആകെ ഞങ്ങളൊരു 3-4-5 പേരുണ്ട്. എല്ലാ പൊസിഷനിലും ഓരോരുത്തർ. ഫോർവേഡിൽ ആരും ഇല്ല, മിഡിലുണ്ട്, ഡിഫൻസിൽ 2 പേരുണ്ട്. ഡിഫൻസ് സ്ട്രോങ് ആണ്. അങ്ങനെ നിൽക്കുമ്പോൾ അവൻ പറഞ്ഞ് നമുക്കെല്ലാം ശരിയാവും എന്ന് പറയാണ്. അപ്പോൾ അവനെല്ലാം ശരിയാവും എന്ന് പറയുമ്പോഴും എൻ്റെ ഉള്ളിലൊരു പ്രതീക്ഷ കുറവ് എനിക്ക് അന്നും ഉണ്ടായിരുന്നു. ഇവനാണ് എന്നെ ശരിക്കും മോട്ടിവേറ്റ് ചെയ്തത്. പുതിയ അഡ്മിഷൻസ് വന്നിട്ട് നമുക്ക് ഇത് ചെയ്യാം, സെലക്ഷൻ ക്യാമ്പിലോട്ട് വിളിക്കാം, സെറ്റ് ചെയ്യാം. അന്ന് സെലക്ഷൻ ക്യാമ്പിൽ വന്ന ആരും അത്ര സ്ട്രോങ് പ്ലെയേഴ്സായിട്ട് എനിക്കൊന്നും അന്നും ഫീൽ ചെയ്തില്ല. ആരും ഒരു സ്ട്രോങ് പ്ലെയർ ആയിട്ട് ഫീൽ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഒരു 4 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ, ഒരു 4 അല്ലെങ്കിൽ 5 മാസം ഞങ്ങളുടെ ഒരു പ്രാക്ടീസും കാര്യങ്ങളും കഴിഞ്ഞപ്പോൾ ഒരു അടിപൊളി ടീം ഒരെണ്ണം അതിൽ ഫോമായി. അത് വെച്ച് കഴിഞ്ഞാൽ അതിലാരും ഫുട്ബോളൊന്നും പ്രൊഫഷണലായിട്ട് കളിച്ച ആളുകളോ ഒന്നുമല്ല. ടീം ഭയങ്കര ബോണ്ടിങ്ങും. ഞങ്ങളൊരു എന്താ പറയുക, ഞങ്ങളുടെ ഹോസ്റ്റലേഴ്സ് ഞങ്ങളൊരു 25 പേരുണ്ടായിരുന്നു. ഫുട്ബോൾ മാത്രമല്ല ബാക്കി എല്ലാ ഗെയിംസിലുള്ളവരായിരുന്നു. അപ്പോൾ ആ 25 പേരുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ ടീമിനെ നന്നായിട്ട് സെറ്റ് ചെയ്തെടുത്തു. ഞങ്ങളന്ന് ഡിവിഷൻ അന്ന് ഞങ്ങൾ ജയിക്കുകയും +2 വരെയുള്ള നല്ലൊരു സ്ട്രോങ് ടീമായിട്ട് തന്നെ നമ്മളന്നും നിലകൊള്ളുകയും ചെയ്തിട്ടുണ്ട്. വിശ്വദീപ്തിയിലൊരു ഫുട്ബോൾ ഒരു ഐഡന്റിറ്റി എന്ന് തന്നെ ഞങ്ങളുടെ ആ ബാച്ചിൻ്റെ അത് മാറിയിട്ടുണ്ട് ശരിക്കും. അപ്പോൾ ആ രീതിയിൽ സ്പോർട്സ് ഒരുപാട് ലീഡർഷിപ്പ് പിന്നീട് എനിക്ക് ബിസിനസ്സിലോട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. സ്വാമീസിൽ വന്നാലും എനിക്കിപ്പോൾ ഇതൊരു സ്വാമീസ് എന്ന് പറയുന്നത് ഒരു ഫുട്ബോൾ പോലെ തന്നെ ഞാൻ ഇതിനെ കണ്ടിട്ടുള്ളൂ.
അത് ബോള് എവിടെയൊക്കെ പോവും അവിടെ. ഇപ്പോൾ ബോള് ചിലപ്പോൾ സെയിൽസ് ടീമിലായിരിക്കാൻ പോവുക, അല്ലെങ്കിൽ ചിലപ്പോൾ പ്രൊഡക്ഷനിലായിരിക്കും പോവുക, അല്ലെങ്കിൽ അത് പർച്ചേസിലായിരിക്കും പോവുക. ആ ബോളിനെ കറക്റ്റായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഈ ബിസിനസ്സിൽ നമുക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ നേരത്തെ ഡിസ്കസ് ചെയ്യല്ലോ, ഒരു സെക്കൻഡ് ജനറേഷൻ ഓണ്ടർപ്രണർ ആണ്. ഇപ്പോൾ ഇങ്ങനെ പല രീതിയിൽ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. എപ്പോഴെങ്കിലും ഇപ്പോൾ ഫാദർ ഓൾറെഡി ബിസിനസ്സിൽ ഇപ്പോഴും ആക്റ്റീവ് ആണ്. വളരെ ആക്റ്റീവാണ്. അപ്പോൾ എപ്പോഴെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരാറുണ്ടോ? അതിനെങ്ങനെയായിരിക്കും ഡീൽ ചെയ്യുക? അത് ആക്ച്വലി എന്തായാലും യൂഷ്വലി ഉള്ള അടി ഉണ്ടാക്കാറുണ്ടോ എന്നുള്ള ക്വസ്റ്റൻ അല്ല, പക്ഷെ സ്റ്റിൽ അതൊരു ഇമ്പോർട്ടൻറ്റ്. ഇതെന്തായാലും ഉണ്ടാവും. ഒരു സെക്കൻഡ് ജനറേഷൻ ഒരു ബിസിനസ്മെൻ എന്ന് പറയുമ്പോൾ ഒരു മാരീഡ് കപ്പിൾ പോലെ തന്നെയാണ്. ഞാൻ കല്യാണം കഴിച്ചല്ല, കൂടുതൽ ഇങ്ങനെ കഥകൾ കല്യാണം കഴിച്ചത് അവിടെ ഫ്രണ്ട്സ് പറഞ്ഞ് കേൾക്കുമല്ലോ, അങ്ങനെ തന്നെയാണ്. എന്നും കുറേ അഡ്വൈസുകൾ ഉണ്ടാവും, അതേപോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവും, ഇൻട്രസ്റ്റുകളുള്ള ഡിഫറൻസുകൾ ഉറപ്പായിട്ടും ഉണ്ടാവും. ഒരു ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്നും ഉണ്ട്. അതും മാനേജ് ചെയ്തു പോകണം. കാരണം എന്നും നമ്മൾ ചിന്തിക്കുന്നത് മാത്രം ശരിയാവണമെന്നില്ല. ആക്ച്വലി അവർ ചിന്തിക്കുന്നത് ശരിയാവണമെന്നില്ല. പക്ഷെ അത് അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാനൊന്നും പറ്റുന്നില്ല. ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരും. അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിയുമ്പോൾ ഇരുന്ന് നമ്മൾ ചിന്തിക്കുക, അത് എടുക്കണോ വേണ്ടയോ, നല്ലതാണെങ്കിൽ ഞാൻ എടുക്കുക, അല്ലാത്താണെങ്കിൽ എടുക്കണ്ട. ഐ മീൻ അവരെ വെറുപ്പിക്കുകയും ചെയ്യരുത്. ഒരു ന്യൂട്രൽ നമ്മൾ അറിയാലോ, ഇപ്പോൾ ഒരു ഫാമിലി, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എങ്ങനെയാണോ നിന്ന് പോകുന്നത്, അതേപോലെ നമ്മൾ ന്യൂട്രലിൽ നിന്ന് അതിനെ കാര്യങ്ങൾ ആ രീതിയിലൊരു ഡിസിഷൻ വരുമ്പോൾ ഫാദറായിട്ട് അങ്ങനെ ഒരു പോസിറ്റീവ് ഡിസ്കഷൻസ് ഒരുപാട് ഉണ്ടാവും. എന്നിട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ എങ്ങനെയായിരിക്കും കൺക്ലൂഡ് ചെയ്യുക? ലൈക്ക് ഇത് ബിസിനസ്സിന് നല്ലതാണെങ്കിൽ ഓക്കെ വിട്ടുകൊടുക്കാം, അങ്ങനെ. ഉറപ്പായിട്ടും ഫാദർ ആയാലും അങ്ങനെ തന്നെയാണ്. ഫാദർ ആയാലും ഇപ്പം ഞാനൊരു ഐഡിയ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഫാദർ ആ കാര്യത്തിനെ കുറിച്ച് കേട്ടിട്ടേ ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു ഞാൻ ജോയിൻ ചെയ്ത ടൈമിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഇത്ര പൈസ സ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അപ്പനോട് പറഞ്ഞു, ഈ ഫേസ്ബുക്ക് നിങ്ങൾ കണ്ട് ഇത് കളയണതാണോ ഈ പൈസ കളയണേന്ന് പുള്ളി ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞങ്ങൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആണ്, മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട്. അന്ന് എൻ്റെ ഫാദറിന് ഇന്നും ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഒന്നും ഇല്ല കേട്ടോ. ആള് പക്ഷെ ഇതിലെല്ലാം മറ്റുള്ളവരെല്ലാം കണ്ട് ഭയങ്കര അപ്ഡേറ്റഡ് ആണ്. ആളും ഇതേപോലെ പഠിച്ച് കാര്യങ്ങൾ അപ്ഡേറ്റ്. കാരണം ഇപ്പം ഇന്ന് സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ആളൊന്ന് സോഷ്യൽ മീഡിയയിൽ അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറഞ്ഞു തുടങ്ങി. സോ നമ്മൾ കാലഘട്ടത്തിന് മുമ്പേ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അഫ്കോഴ്സ് എന്തായാലും ഒരു ഫാമിലി ബിസിനസ്സിൽ അത്ര എളുപ്പമല്ല, ഈസി അല്ല. പക്ഷെ അത് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമുക്കത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ പണ്ട് ഞാൻ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വീട്ടിൽ ആരും സമ്മതിക്കില്ല, ആരും സമ്മതിക്കാൻ ഫാദറെ സമ്മതിക്കില്ല. കാരണം അവരത് എന്തിനത് ചെയ്തിട്ട് ഒരു കാര്യമില്ലല്ലോ എന്ന് ചിന്തിക്കാം. ചിലപ്പോൾ അത് ഏറ്റവും വലിയ മണ്ടത്തരമാവും കേട്ടോ. ഞാൻ ചെയ്യണ കുറേ കാര്യങ്ങൾ ഒരു 90% മണ്ടത്തരങ്ങളായിരിക്കാം, ഒരു 10% ആയിരിക്കും നല്ലത്. കാരണം എനിക്ക് വേറെ എക്സ്പീരിയൻസ് ഒന്നുമില്ല, ഞാൻ ഇങ്ങനെ ചെയ്തു തന്നെ എക്സ്പീരിയൻസ് ആണ് എനിക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് കോൺഫ്ലിക്റ്റ് ആക്ച്വലി നല്ലതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരു കോൺഫ്ലിക്റ്റ് ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ക്യാഷ് ഫ്ലോ മാനേജ്മെന്റ് ഉണ്ടല്ലോ, അത് പൊട്ടും. അവരുടെ ഒരു വൺ എക്സ്പീരിയൻസ്ഡ് ക്യാഷ് ഫ്ലോ മാനേജ്മെന്റ് അവരുടെ ഇൻബോൺ ആയിട്ട്, അല്ലെങ്കിൽ ഇൻബോൺ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഇത്ര നാളത്തെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് അവർ കിട്ടിയിട്ടുണ്ട്. ബിസിനസ് അക്യുമെൻ എന്നൊക്കെ പറയുന്നത്. യെസ്. അപ്പോൾ അത് നമ്മളെന്നും റെസ്പെക്ട് ചെയ്ത് നമ്മൾ അവരിൽ നിന്ന് തന്നെ പഠിക്കണം. കാരണം നമ്മുടെ എല്ലാ ഐഡിയാസും, ബിസിനസ് എന്ന് പറയണത് കാശ് ഇറക്കി കഴിഞ്ഞാൽ കാശ് വന്നം അല്ലേ. കാശ് ഇറക്കിയിട്ട് നഷ്ടത്തിൽ പോണേനെ ബിസിനസ് എന്ന് നമുക്ക് പറയാൻ പറ്റൂല. നഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കണേ നഷ്ടം വരാൻ പാടില്ലെന്നല്ല ഞാൻ പറയണേ, നഷ്ടത്തിലോട്ടേ പോകുന്നതിനെ വരാൻ പാടില്ല. അത് നഷ്ടത്തിലേ പോകുള്ളൂ. അത് സർവീസാണ്. അല്ല, ഇന്ന് മോഡേൺ ബിസിനസ് പറയുന്നത് ഇപ്പോൾ ഒരുപാട് കമ്പനി നോക്കുമ്പോൾ ഇത്ര കോടിയുടെ മറ്റേ ഇത് ബ്രാൻഡ് ഇത്ര വലുതായിരിക്കും, പക്ഷെ ഇപ്പോഴത്തെ ഡെപ്ത് ഭയങ്കര ഹൈ ആയിരിക്കും. ഇന്ന് നമ്മളിപ്പോൾ കാണുന്ന ഒരു മിക്ക ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളോ അല്ലെങ്കിൽ ഓൺലൈൻ ബേസ്ഡ് ഉള്ള പ്ലാറ്റ്ഫോമുകളോ എല്ലാം പ്രോഫിറ്റബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത്ര അറിയില്ല. ചാൻസസ് വളരെ കുറവായിരിക്കും. കാരണം അവരുടെ എക്സ്പെൻഡിച്ചർ ഭയങ്കര ഹൈ ആണ്. പക്ഷെ അതൊരു നാളത്തെ ബിസിനസ്സാണ്. പക്ഷെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. അത് ഇപ്പം ലോസ് ആയിരിക്കാം, ലോസിലേ വരുള്ളൂ എന്ന് പറയണതാണ് പ്രശ്നം. പക്ഷെ അത് ചിലപ്പോൾ നാളെ പ്രോഫിറ്റിലേക്ക് പോവാം. ആ ലോസ് വരുന്നത് എത്ര നാൾ വരെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും, അല്ലെങ്കിൽ എത്ര നാൾ വരെ നമുക്ക് അതിനെ ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ലോസിൽ എങ്ങനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. സസ്റ്റെയിൻ എന്ന് പറയാൻ പറ്റില്ല, എത്ര നാൾ വരെ നമുക്കതിനെ അറസ്റ്റ് ചെയ്ത് നിർത്താം. ലോസ് അല്ലെങ്കിൽ അറസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. അത് ഈ പറയുന്ന ഒരു കാൽക്കുലേഷൻസ് ഇവരിൽ നിന്ന് തന്നെ കിട്ടണം. അതൊരു പുതിയ ജനറേഷൻ ബിസിനസ്സുകാരൻ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. അതൊക്കെ ഇവരുടെ നമ്മൾ ശരിക്കും എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കേരളത്തിൽ
ഒരു ബിസിനസ് ചെയ്യുന്ന ആളെന്ന നിലയ്ക്ക് എത്തരത്തിൽ എത്ര ബിസിനസ് ഫ്രണ്ട്ലി ആണ് കേരള, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു കൺസ്യൂമേഴ്സ് എത്ര ഡിഫറെൻ്റ് ആണ്? അതൊരു വല്ലാത്ത ചോദ്യമാണ്. അതൊരു വല്ലാത്ത കഥയാണ്. അല്ല, ആക്ച്വലി കേരളത്തിൽ ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ആക്ച്വലി പഴയ പോലെ അല്ല, ഭയങ്കര ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഞാനത് പേഴ്സണലി ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ്. 2018 ഞാനിവിടെ ബിസിനസ്സിൽ ഇത് വരുമ്പോൾ ഞാൻ എൻ്റെ ഒരു പുതിയ ഫേമിന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഞാൻ ഓൾറെഡി തമിഴ്നാട്ടിലും ബിസിനസ് ചെയ്യുന്ന ആളാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഫാദറാണ് തമിഴ്നാട്ടിൽ കൂടുതൽ നോക്കുന്നത്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ 2018 കേരളത്തിൽ ചെയ്തെന്നുള്ളൂ. ഞാനൊരു ഗവൺമെൻറ് ഓഫീസിൽ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറേ പ്രാവശ്യം ഞാൻ നടക്കേണ്ടി വന്നു ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. ഇപ്പോഴത്തെ കാര്യമല്ല, പറഞ്ഞ പഴയ കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ നടന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു മാഡത്തിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, മാഡം എനിക്കിങ്ങനെ കഷ്ടപ്പാട് ലോണൊക്കെ എടുത്താണ് ഇങ്ങനെ ചെയ്യണേ, ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നത്. തന്നോട് ആരോടോ ലോൺ എടുത്ത് ചെയ്യാൻ പറഞ്ഞേ, വേറെ വല്ല പണിക്കും പോയിക്കൂടെ എന്ന് ചോദിച്ചു. അന്ന് എനിക്കതൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. തിരിച്ചൊന്നും പറയാൻ പറ്റിയില്ലെങ്കിലും അതിന് പറഞ്ഞപ്പോൾ നമുക്കതൊരു ഇതായിട്ട് തോന്നില്ല. കാരണം തമിഴ്നാട്ടിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു കാര്യത്തിലോട്ട് ചെല്ലുമ്പോൾ നമ്മളൊരു ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യും. ഭയങ്കരമായിട്ട് റെസ്പെക്ട്, വ്യവസായം ചെയ്യാൻ വന്ന ഒരാളെന്നുള്ളൊരു ഒരു ഇതുണ്ട്. നമ്മളവരൊരു ഭയങ്കരമായിട്ട് ഒരു റെസ്പെക്ട് തരും. ആ റെസ്പെക്ട് കണ്ടിട്ടാണ് ഞാൻ അവിടെയാണ് ഞാൻ കൂടുതലും പഠിച്ചതും. എനിക്ക് ഇത് കാരണമല്ലേ ആളുകൾക്ക് ഈ ഗവൺമെന്റ് ജോലിയോട് എത്രയും പഠിപ്പുള്ള ആള് ഫ്രണ്ട് വന്നാലും പോടോന്ന് പറയാൻ അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷെ ഇപ്പൊ മാറി ഇപ്പൊ ഭയങ്കരമായിട്ട് മാറി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് സമീപിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യണം. അതൊരു ഭയങ്കര ചേഞ്ച് കേരളത്തിൽ. ഫ്രണ്ട്ലി. യെസ്, ആളുകളും അതിനനുസരിച്ച് മാറി. ഞാനിപ്പോൾ ഒരു സർക്കാരോ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരോ അവർ മാത്രമല്ല ശരിക്കും ഒരു ബിസിനസ് ആക്ച്വലി കേരളത്തിൽ ഇല്ലാണ്ടാക്കിയത്. അതൊന്നും നമ്മൾ ഓരോരുത്തരും തന്നെയാണ്, അല്ലേ? കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു സ്ഥാപനം വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് അല്ല ഫസ്റ്റ് ഒന്ന് മലയാളി എന്നുള്ള രീതിയിൽ നമ്മൾ ആലോചിച്ചിരുന്നത്. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ, അല്ലെങ്കിൽ നമുക്ക് അത് അവരെയും തെറ്റു പറയാൻ പറ്റില്ല. നമ്മൾ മലയാളികൾ ആക്ച്വലി ഭയങ്കര ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ നമ്മൾ എല്ലാ ആസ്പെക്ട്സും നമ്മളതിൽ ശ്രദ്ധിക്കും. അതുകൊണ്ടൊക്കെയാണ് കാര്യം. അപ്പോൾ അന്ന് ചിലപ്പോൾ ഇൻഡസ്ട്രീസ് എല്ലാം ഇതേപോലെ സ്പോയിൽ ചെയ്തിട്ടുണ്ടാവും, നമ്മുടെ എൻവയോൺമെൻറ്റൊക്കെ സ്പോയിൽ ചെയ്തിട്ടുണ്ടാവും, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ വേറൊരാള് വളരും എന്നുള്ളത് ഉണ്ടാവാം, ഇല്ലയെന്ന് ഞാൻ പറഞ്ഞു. യെസ്, അതും ഒരു പാട്ടാണ്. പക്ഷെ അതുകൊണ്ടൊരു പേടി മലയാളികൾക്കെന്നും ബിസിനസ്സുകാരോട്, ചെറിയ ഇൻഡസ്ട്രി വന്നാൽ വേസ്റ്റ്. അപ്പൊ അതൊരു ഫാക്ടർ ആളുകൾക്കെന്നും മനസ്സിലാവും. നമ്മളിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ലെങ്കിൽ കൂടിയും ആളുകൾക്ക് അതൊരു ഫീൽ മനസ്സിലുണ്ട്. അപ്പോൾ ആരെയും ഞാനിതിൽ ഒരു തെറ്റൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ എൻവിറോൺമെൻ്റ് ആണ്, നമ്മളൊരു സറൗണ്ടിങ്സ് നമ്മളെ പല രീതിയിൽ വളർത്തിക്കൊണ്ട് തന്നെ അതിൻ്റെ വ്യത്യാസം. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു കൾച്ചർ നമ്മൾ ഓരോരുത്തരും മാറി. നമുക്കിവിടെ ബിസിനസ് വന്നം, എന്നാലേ നമുക്കിവിടെ ഡെവലപ്മെൻറ്റ് വരുള്ളൂ എന്നൊരു ചിന്ത ഓരോരുത്തരിലും ഉണ്ടാക്കിയെടുത്തു. അത് സർക്കാർ സംവിധാനങ്ങളാണോ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനെക്കുറിച്ചിട്ടൊന്നും എനിക്ക് അത്ര ഉത്തരങ്ങളൊന്നും എൻ്റെ അടുത്തില്ല. സമൂഹം മാറിയെന്ന് തന്നെയാണ് ഞാൻ അതിൽ. പക്ഷേ സ്റ്റിൽ അതിനോടൊരു കോൺട്രഡിക്റ്റിംഗ് ആയിട്ട് ഇതേ കേരളത്തിൽ നിന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ യുവാക്കൾ ജോബ് സീക്കേഴ്സ് ആയിട്ട്, അല്ലെ ജോലി തേടി പുറത്തേക്ക് പോകുന്നത് അതേ ഒരു കേരളത്തിൽ നിന്ന്. യെസ്, അതൊരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തത് കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആളുകൾ പുറത്തേക്ക് പോകുന്നത് ബേസിക്കലി ഒരു ഫ്രീഡമാണ് അതിൻ്റെ ഒരു ഫാക്ടറായിട്ട് ഞാൻ മനസ്സിലാക്കിയത്. കാരണം ഇന്ന് എൻ്റെ പോലെ തന്നെ എൻ്റെ ഫാദറിനെ പോലെ തന്നെ സെക്കൻഡ് ജനറേഷൻ ബിസിനസ്സുകൾ ഏറ്റെടുക്കാൻ ആളുകളില്ല. കാരണം എല്ലാവരും പുറത്തു പോയി. ആർക്കും ഇതേപോലെ റിസ്ക് എടുക്കാനോ അല്ലെങ്കിൽ ഇതേപോലെ കഷ്ടപ്പാട് എല്ലാത്തിനും ഉണ്ട്. കാരണം പുറത്തു പോയി എന്ന് വിചാരിച്ച് പണിയെടുക്കാണ്ടോ ഒന്നിനും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ഒരു എന്താ പറയുക, ആളുകൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കണം എന്നുള്ളൊരു ഇത് വന്നു. യെസ്, അപ്പോൾ ഇപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് നിൽക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഓൺടർപ്രണർ കമ്മ്യൂണിറ്റീസ് ഇവിടെ ഇപ്പം നല്ല രീതിയിലുള്ള ഇതേപോലെ ബിസിനസ്സുകൾ അല്ലെങ്കിൽ തൊഴിൽ സാഹചര്യങ്ങൾ എല്ലാം വരുന്ന തന്നെയാണ് വിശ്വസിക്കുന്നത്. ഉറപ്പായിട്ടും അത് ഒരു പ്രോസസ്സിലാണ്, അതിപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല മാറ്റമുണ്ട്. കേരളം എന്ന് പറയുന്നത് ഇപ്പോൾ K-Swift എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് എല്ലാ ബിസിനസ് ഇപ്പോൾ ഇത് ഷോ കാണുന്ന എല്ലാവരും ഇത് നോട്ട് ചെയ്ത് വെക്കണം. നല്ലതാണ്. നമുക്കിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങാൻ നമുക്ക് പഞ്ചായത്തിൽ പോകേണ്ട ആവശ്യമോ അല്ലെങ്കിൽ വേറെ ഇതിൻ്റെ പുറകെ നടന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. K-Swift എന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ കയറി നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വളരെ സ്മൂത്തായിട്ട് നടക്കും. 3 കൊല്ലം വരെ നമുക്ക് വേറെ യാതൊരു ഡിസ്റ്റർബൻസും ഇല്ലാണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. 3 കൊല്ലം നടത്തുന്ന ഒരു ബിസിനസ് നമുക്ക് ഈസി ആയിട്ട് ലൈസൻസുകളെല്ലാം എടുക്കാം. നമ്മളൊരു സ്റ്റേബിൾ, അതൊരു വൺ ചേഞ്ച്. നമ്മളിലുള്ള ഒരുപാട് പദ്ധതികൾ ഗവൺമെന്റോ അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റ്സും ഭയങ്കരമായിട്ട് മാറി. ഇപ്പോൾ
ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അന്ന് എന്നോട് അങ്ങനെ ഒരു മോശമായി പറഞ്ഞ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഇന്ന് ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ട് അവർ വർക്ക് ചെയ്യുന്നത്, ഭയങ്കര എഫിഷ്യൻ്റ് ആണ്. അപ്പോൾ അതും നമ്മൾ പറഞ്ഞ പോലെ അതൊരു ജനറേഷൻ്റെ ചേഞ്ചാണ്. പഴയ ആളുകൾ, ഉണ്ടായിരുന്ന ആളുകൾ എന്താ പറയുക, പണ്ട് നമ്മളൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരായിട്ടൊരു ഡിപ്പെൻഡൻ്റ് ആയിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. കുറച്ചുകൂടി ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം അവർ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നുള്ളൊരു ചിന്ത ജനത്തിന് വന്നു. അതേപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കും നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളൊരു മൈൻഡും ഭയങ്കരമായിട്ട് വന്നു. അപ്പോൾ അതൊരു പോസിറ്റീവ് ചേഞ്ചാണ്. കേരളം നല്ല രീതിയിൽ മാറും. ഇതേപോലെ ഹെവി ഇൻഡസ്ട്രീസ് വരുമെന്ന് ചോദിച്ചാൽ വരാനുള്ള ചാൻസസ് കുറവാണ്. കാരണം ഇപ്പം ഞങ്ങൾ തന്നെ തമിഴ്നാട്ടിലുണ്ട്. ഞങ്ങൾ തമിഴ്നാട്ടിൽ പോയത് ഇവിടുത്തെ ഒരു ഉപദ്രവം കൊണ്ട് മാത്രമൊന്നുമല്ല, അല്ലെങ്കിൽ ഇവിടെ ഒരു ബിസിനസ് ഫ്രണ്ട്ലി അല്ലാത്ത സ്ഥലം കൊണ്ട് മാത്രമല്ല. നമുക്ക് കേരളത്തിലൊരു ലിമിറ്റേഷൻസ് ഉണ്ട്, ലാൻഡിൻ്റെ ലിമിറ്റേഷൻസ്, അങ്ങനെയുള്ള പല ലിമിറ്റേഷൻസും നമുക്കിവിടെ ഉണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ആക്ച്വലി ഒരു ഡെൻസ്ലി പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ ആ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിരിക്കുന്ന സമയത്ത് ഇതേപോലെ വലിയ വലിയ ബിസിനസ്സുകളും അല്ലെങ്കിൽ പ്ലാന്റുകളോട് കൊണ്ടുവരാന്ന് പറയുന്നത് എത്ര എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. കാരണം ഇവിടുത്തെ ലാൻഡിന്റെ കോസ്റ്റും എവിടെ വെച്ചാലും ആളുകളുടെ ഇടയിലും മാത്രമല്ല, നമുക്ക് ലാൻഡ് ഇറ്റ്സ് എ കോസ്റ്റ്ലി തിങ്. അപ്പോൾ ആ ഒരു ലാൻഡിലോട്ട് പോകുന്ന ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് വേറൊരു സ്റ്റേറ്റിൽ ചെല്ലുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ശരിക്കും എടുക്കാൻ പറ്റും. ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ചെയ്യാൻ പറ്റുന്ന കുറേ ബിസിനസ്സുകളുണ്ട്, കണ്ടമാനം ബിസിനസ്സുകളുണ്ട്. ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റ് അത് ഭയങ്കരമായിട്ട് കേരളത്തിൽ കയറാൻ പോകുന്ന ഒരു ബിസിനസ്സാണ്. ഞാനത് മനസ്സിലാക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ തെറ്റാവും ശരിയാവാം കേട്ടോ, ഞാൻ എൻ്റെ ഒരു പെർസെപ്ഷൻ പറയണമെന്നുള്ളൂ. ചെന്നൈ ആക്ച്വലി ഭയങ്കര ക്രൗഡഡായി, കോയമ്പത്തൂർ ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യാണ്. അപ്പോൾ കോയമ്പത്തൂരും കൊച്ചിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2.5 മണിക്കൂർ കൊണ്ട് ചുരുങ്ങി. കേരളത്തിലൊരു എക്സ്റ്റെൻഡഡ് ജില്ല, അതിൻ്റെ ഒരു വേറെ സ്റ്റേറ്റ് ആയിട്ട് നമ്മൾ കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരുവിധം ഇൻഡസ്ട്രീസും അവിടെ വരും. അപ്പോൾ അവർക്ക് വീക്കെൻഡ് ആഘോഷിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് കൊച്ചിയാണ്. 2.5 മണിക്കൂർ കൊണ്ട് വരാം, കായൽ, എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ അടുത്ത് കൊച്ചി ആലപ്പുഴ ബേസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി ഭയങ്കരമായിട്ട് ഇവിടെ ബൂം ചെയ്യും. അപ്പോൾ അത് ടൂറിസം, എൻ്റർടൈൻമെൻറ്റ്, ടൂറിസം, ഫുഡ്, IT, പിന്നെ അഫ്കോഴ്സ് നമ്മുടെ വിഴിഞ്ഞം അത് വരുന്നതുകൊണ്ട് ലോജിസ്റ്റിക്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഭയങ്കരമായിട്ട് വരും. ആ ഇൻഡസ്ട്രീസൊക്കെ ശരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യണം. ഓക്കെ. ഈ പറഞ്ഞ പോലെ ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഒരു ഓൺടർപ്രണർ എന്ന ലെവലിൽ നോക്കുമ്പം ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ അങ്ങനെ വന്ന ചേഞ്ചസ്, കൺസ്യൂമേഴ്സ് കേരളത്തിലെ, ഇപ്പോൾ തമിഴ്നാട് കൂടി ബിസിനസ് ചെയ്യുന്നുണ്ട്, കേരളത്തിലെ കൺസ്യൂമേഴ്സ് എത്രത്തോളം ഡിഫറെൻ്റ് ആണെന്ന് തോന്നിയിട്ട്? ഒരു സാധാരണ പ്രൊഡക്റ്റ് മേടിക്കുന്ന ആൾ, ഇവിടെ ആളുകൾ കുറച്ചുകൂടി, ഇപ്പോൾ ഞാൻ പേഴ്സണലി സ്റ്റാൻഡപ്പ് ചെയ്യുമ്പോൾ എല്ലാവരും എന്നോട് ഫസ്റ്റ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, മലയാളികൾ ചിരിപ്പിക്കാനല്ലേ ഏറ്റവും പാടുന്നത്? കാരണം ഇവർക്ക് ഏറ്റവും ബെസ്റ്റ് കാണുന്നവരാ, ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നവരാ, അത്രയും ലിറ്ററസി ഉണ്ട്. ആമസോൺ പ്രൈമിൽ ലൈക്ക് റസൽ പീറ്റേഴ്സും വീർദാസും കാണുന്ന അതേ ആള് ആണ് 299 രൂപയ്ക്ക് എന്നോട് ആ ക്വാളിറ്റിയിൽ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ എന്ത് തോന്നുന്നു? ആക്ച്വലി കേരളം ഒരു യൂറോപ്പായിട്ട് കമ്പയർ ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. നമുക്ക് അത്രയും ലിവിങ് സ്റ്റാൻഡേർഡ്സ് നല്ല ഹൈ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ആളുകളുടെ എക്സ്പെക്റ്റേഷൻസും അത്ര ഹൈ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് മലയാളികളെ ചിരിപ്പിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റായിയൊന്നുമില്ല, പക്ഷെ അതിനുള്ള കറക്റ്റ് സ്റ്റഫ് അവർക്ക് ഫീൽ ചെയ്യണം. പിന്നെ അത് മാത്രമല്ല, നമ്മളെപ്പോഴും ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ക്വിക്ലി അപ്ഡേറ്റ് ആവുന്ന ഒരു കമ്മ്യൂണിറ്റി. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 15 വർഷം മുമ്പ് അല്ലെങ്കിൽ 20 വർഷം മുമ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒന്ന് പയ്യെ തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈൽ തുടങ്ങി, വീട്ടിലുണ്ടായിരുന്ന നമ്മുടെ ഇൻറ്റീരിയറിൻ്റെ ഡിസൈൻസ്, അല്ലെങ്കിൽ ഡിസൈൻസ് എന്ന് വെച്ചാൽ ഉള്ളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ കണ്ടിരുന്ന മാളുകൾ, അല്ലെങ്കിൽ കടയിൽ പോയിരുന്ന ഒരു രീതി, മേടിച്ചിരുന്ന രീതി എല്ലാം ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. അത് നമ്മുടെ ആളുകൾ പുറത്തു പോയി അവിടെ കിട്ടുന്ന ഒരു എക്സ്പോഷർ ഭയങ്കര ഹൈയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഇവിടുത്തെ മലയാളി കസ്റ്റമേഴ്സ് എന്നും ഒരു നല്ലത് നോക്കി പോകുന്ന ആളുകളാണെന്ന് പറയാം. അല്ല, പൊതുവെ ഇപ്പോൾ ദുബായ്, നമുക്ക് ഇനിഷ്യലി ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാനഡയാണ് പഴയ ദുബായ്, ഏറ്റവും കൂടുതൽ UK ആണല്ലോ. അപ്പോൾ അവിടെ ആളുകൾ പോയിട്ട് അവിടെ നിന്ന് കൊണ്ടുവരുന്ന പ്രൊഡക്ട്സിൻ്റെ എക്സ്പോഷർ തൊട്ട് പണ്ടോട്ടേ കേരളം ആ രീതിയിൽ ഒരുപാട് ഫോറിൻ ഗുഡ്സ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫുഡ് സെഗ്മെൻറ്റിൽ നിൽക്കുമ്പോൾ അത്തരത്തിൽ എത്രത്തോളം ഹൈ ആണ് കേരളത്തിലെ ആളുകളുടെ എക്സ്പെക്റ്റേഷൻ വളരെ ഹൈ തന്നെയാണ്. അതിലൊരു മാറ്റമില്ല. ഫ്രം ലൈക്ക് പ്രൊഡക്റ്റ് ടു പാക്കേജിങ്. യെസ്, ഓഫ് കോഴ്സ്. പ്രൊഡക്റ്റ് ആയാലും പാക്കേജിങ് ആയാലും അതിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി വൈസ് തന്നെ ഭയങ്കരമായിട്ട് മാറിപ്പോയി. ക്വാളിറ്റി എന്ന് ഞാൻ പറയുമ്പോൾ അതിൻ്റെ ഒരു പാക്കേജിംഗ് ഒക്കെ ഭയങ്കര ഫാക്ടേഴ്സിലോട്ട്
മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കേരളത്തിൽ. ആളുകളെല്ലാം ഒരു പ്രീമിയം ഫീൽഡിലേക്ക് പോയിരുന്നു. കാരണം നമ്മുടെ നീഡ്സ് എല്ലാം സത്യത്തിൽ കേരളത്തിൽ ഫുൾഫില്ലായി. നീഡ്സ് എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഭക്ഷണം അല്ലെങ്കിൽ ഷെൽട്ടർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. പിന്നെ അടുത്തത് നമ്മുടെ വാണ്ട്സ് ആണ്. വാണ്ട്സ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഹയർ പ്രീമിയം ആയിരിക്കും ആളുകൾ എക്സ്പെക്ട് ചെയ്യുക. അവർ അത് കൊടുക്കാനും റെഡിയാണ്. അവരത് അത്രയും ക്വാളിറ്റി ഡിമാൻഡ് ചെയ്യുന്ന ആളുകളാണ്. ഉറപ്പായിട്ടും ക്വാളിറ്റി ആൾക്കാർ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. എത്രത്തോളം ഇനിയിപ്പം ഇപ്പം ഒരുപാട് ഇപ്പം ഈ സെഗ്മെന്റിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എനിക്ക് തോന്നുന്നു, ഇപ്പം ഈ സെഗ്മെന്റിൽ ഒരുപാട് ഈ പാക്ഡ് ഫുഡ്സ് ഇപ്പം റെഡി ടു കുക്ക് പോലെ കുറേ നാൾ ഷെൽഫ് ലൈഫ് ഉള്ള പ്രൊഡക്ട്സ് വരുന്നു. എത്രത്തോളം അങ്ങനത്തെ ഇനി ഫ്യൂച്ചറിൽ അത്തരത്തിൽ പ്രൊഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിലും അങ്ങനെ അതിൻ്റെ ഒരു ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും? അതിനൊരു ഫ്യൂച്ചർ ഉണ്ട് ആക്ച്വലി. അത് ശരിക്കും ഗ്രോ ചെയ്യാൻ പോണ ഇൻഡസ്ട്രി തന്നെയാണ്. ഇപ്പോൾ നമ്മളൊരു നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫാമിലീസിൽ എല്ലാവരും വർക്കിംഗ് ആയിരിക്കും. പണ്ടത്തെ പോലെ അമ്മ ഇരുന്ന് ഭക്ഷണം വെച്ച് തരുന്നു, ആ കോൺസെപ്റ്റൊക്കെ ഇല്ലാണ്ടായി. ഇപ്പോൾ കാലത്ത് 9 മണിക്ക് ഒരാൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റംസ് വേണം. പിന്നെ അല്ലെങ്കിൽ ഡെലിവറി ഇപ്പൊ നമ്മുടെ അവിടെയൊക്കെ രാവിലെ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഉണ്ടാക്കുന്നത് സ്വിഗ്ഗി, സൊമാറ്റോ ആളുകളാണ്. ഐ മീൻ അവർ ബ്ലോക്ക് ഉണ്ടാക്കാന്നല്ല, അതിന്റെ ഒരു നമ്പർ ഓഫ് വെഹിക്കിൾസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ആ ഒരു സെഗ്മെന്റ് വളരണേൻ്റെ ആണത്. എന്തായാലും ഗ്രോത്ത് ഉണ്ടാവും ഈ പറയുന്ന സെഗ്മെന്റിൽ. അത് ആക്ച്വലി ശരീരത്തിന് കേടുണ്ടോയെന്ന് വെച്ചാൽ അതൊന്നും ശരീരത്തിന് കേടൊന്നുമില്ല. നമ്മൾ വീട്ടിൽ ഒരു 250 ml സാമ്പാർ അല്ലെങ്കിൽ 500 ml സാമ്പാർ ഉണ്ടാക്കുന്നത് വേറൊരു വലിയ കിച്ചണിൽ 5000 ലിറ്റർ സാമ്പാർ ഉണ്ടാക്കി ആയിട്ട് വരുന്നു. അത്രേ ഉള്ളൂ. അത് ആക്ച്വലി സേഫ് തന്നെയാണ്, പ്രോബ്ലംസ് ഒന്നും ഇല്ല. നമ്മളതിനെ നമ്മുടെ ഒരു കാഴ്ചപ്പാട് മാറാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. അതൊരു പോയിസൺ ആണ് അല്ലെങ്കിൽ അത് ചീത്തയാണെന്നുള്ളൊരു കാഴ്ചപ്പാട് മാറാനുള്ള സമയം. പിന്നെ എസ്പെഷ്യലി ലൈക്ക് ന്യൂക്ലിയർ ഫാമിലീസിൽ ഒരാൾക്ക് അത് ഇത്രയും കഷ്ണം മേടിച്ച് അതിന്റെ വേസ്റ്റേജ് നമ്മൾ ശരിക്കും നമ്മൾ വീട്ടിൽ ഇതേപോലെ ബൾക്ക് കുക്ക് ചെയ്യണത് ആക്ച്വലി നമ്മളത് കുറേ സാധനങ്ങൾ നശിപ്പിച്ച് കളയുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു പച്ചക്കറി മേടിച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചു, അത് കുറേ കൊണ്ടേ കളയും. കറി വെച്ച് കുറേ കൊണ്ടേ കളയും. അപ്പോൾ ഒരു ഫുഡ് വേസ്റ്റ് ഇതിൽ ഭയങ്കരമായിട്ട് നമ്മുടെ ഇതിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള സൊസൈറ്റീസിൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് അതൊക്കെ ഭയങ്കര പാടാണ്. കാരണം ആളുകളുടെ ഡെൻസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒരു ഫാക്ടറായിട്ട് ഇതിൽ ഈ പറയുന്ന ഇൻഡസ്ട്രിക്ക്, റെഡി ടു ഈറ്റ് ഉള്ളൊരു ഇൻഡസ്ട്രിക്ക് ഭയങ്കര ഗ്രോത്ത് വരാനുള്ള ഭയങ്കര ചാൻസസ് ഉണ്ട്. ഇപ്പോൾ എന്തായാലും ഫൗണ്ടേഴ്സ് അൺകട്ടിൽ വന്നതിൽ എനിക്കൊരു നിർബന്ധമായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചേ പറ്റൂ. ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എല്ലാവരും വെച്ചാൽ നമ്മൾ ഫുട്ബോളും സോ ഡെഫിനറ്റ്ലി സ്വാമീസിൻ്റെ ഒരു 5 years വിഷൻ അല്ലെങ്കിൽ സ്വാമീസ് 5 yearsന് ശേഷം എവിടെ എത്തണം എന്നാണ് ഒരു ആഗ്രഹം. ഞാൻ 5 years പറഞ്ഞേക്കാളും മുമ്പ് ഞങ്ങളൊരു 36 മാസം പ്ലാൻ പറയാം. അടുത്ത 36 മാസം കൊണ്ട് കേരള മാർക്കറ്റ് നമ്മളൊരു 100 crores പ്ലാനിങ് ആണ് വരുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ ഒരു ഇമീഡിയറ്റ് സ്റ്റെപ്പായിട്ട് ഞങ്ങൾ ഫിനാൻഷ്യലി ഉള്ളൊരു ഗോൾ. അപ്പോൾ അത് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 5 years നമ്മൾ നെക്സ്റ്റ് 5 yearsനുള്ളിൽ നമ്മൾ ആക്ച്വലി തമിഴ്നാട് 38 districtsലും നമ്മൾ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ എത്തിക്കാനുള്ള പ്ലാനിങ്ങിലാണ് ഇരിക്കുന്നത്. ഒരു ലോങ് ടേം വിഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 to 15 yearsൽ 10 yearsൽ ഞങ്ങളുടെ ഒരു ടേൺ ഓവർ 1660 crores എത്തിക്കണമെന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത്. 1660 crores എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എക്സ്പോർട്സ് വരും, തേർഡ് പാർട്ടി ലേബിളിങ്സ് വരും, പിന്നെ മറ്റുള്ള യൂറോപ്പ്, കാനഡ അങ്ങനെയുള്ള ഏരിയകളിലെല്ലാം ഡിസ്ട്രിബ്യൂഷൻസും കാര്യങ്ങളും എല്ലായിടത്തും വന്ന് ആ ഒരു ഫിഗർ എന്ന് പറയുന്നത് ഒരു രസമുള്ള ഫിഗറാണ്. ഞാൻ പിന്നെ അതിനെ സബരീഷ് അതൊരു ഡ്രീം ഫിഗർ തന്നെയാണ്. ഇപ്പോൾ ഒരു 5 yearsൽ ഗോൾ പറഞ്ഞു 36 months. പൊതുവേ ഇപ്പോൾ കേരളത്തിൽ ഇപ്പം നമുക്കറിയാം, കേരളത്തിൽ ബിസിനസ് ഉള്ള ഒരുപാട് ഫുഡ് സെഗ്മെൻറ്റിലാണെങ്കിലും അല്ലെങ്കിൽ FMCG സെഗ്മെൻറ്റിൽ ഒരുപാട് പേര് ആ ബിസിനസ് സെല്ല് ചെയ്യണം. ഫുഡ് ബിസിനസ് ആണെങ്കിൽ സെല്ല് ചെയ്ത് ഇതുണ്ട്. അതല്ല ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ചന്ദ്രിക സോപ്പ് തൊട്ട് അല്ലെങ്കിൽ ഹെയർ ഓയിൽ വരെ എല്ലാം സെല്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ എങ്ങനെയാണ് കോമ്പറ്റീഷൻ? കാരണം കോമ്പറ്റീഷൻസ് ഒക്കെ ഇപ്പോൾ വലിയ ജയൻസ് ആണ്, അവർ അത് സെല്ല് ചെയ്ത് അതിന് വേറെ ഗ്രൂപ്പിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് എടുക്കുന്നു. അപ്പോൾ ഒരു സ്വന്തമായിട്ട് റൺ ചെയ്യുന്ന ബിസിനസ് അല്ലെങ്കിൽ സ്വന്തം റിസ്കിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് എടുത്തോ ഹൗവർ ഇറ്റ് സ്വന്തം റിസ്കിലുള്ള അതിനെങ്ങനെയാണ് കാണുന്നത്? കോമ്പറ്റീഷൻ എങ്ങനെയാണ് കാണുന്നത്? ശരിക്കും ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ എന്നും ബിസിനസ് വളരാൻ ഹെൽപ്പ് ചെയ്യുള്ളൂ. കോമ്പറ്റീറ്റേഴ്സ് ഒന്നും വേണം, അല്ലെങ്കിൽ നമുക്ക് വളരാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ എക്കണോമി ഓപ്പൺ അപ്പ് ചെയ്യണേക്കാളും മുമ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ആകെ ഒരു അംബാസിഡർ കാറാ. അന്ന് കോമ്പറ്റീഷൻ ഇല്ലായിരുന്നെങ്കിൽ കൺസ്യൂമേഴ്സിനായാലും ഇന്ന് കാണുന്ന നല്ല ചോയ്സസ് ഒന്നും ഒരിക്കലും വരില്ല. കമ്പനികൾ തന്നെ മാറി, കമ്പനികൾ തന്നെ വളർന്നു, അതിനനുസരിച്ച് ചേഞ്ച് ആയി അതൊരു കോമ്പറ്റീഷൻ എപ്പോഴും വരണം. അത് അവരെ മറ്റുള്ളവരെ പുഷ് ചെയ്യിപ്പിക്കുന്നുണ്ട് ഇനിയും ബെറ്റർ കൊടുക്കാൻ വേണ്ടിയിട്ട്. കോമ്പറ്റീഷൻ ആക്ച്വലി നമ്മളെ തന്നെയാണ് പുഷ് ചെയ്യുന്നത്. നമ്മുടെ ചിന്താഗതിനെയും
നമ്മുടെ ബേസിക്കലി ചിന്താഗതി, നമ്മുടെ ഒരു തോട്ട് പ്രോസസ്സിനെ ഭയങ്കരമായിട്ട് പുഷ് ചെയ്ത് പുതിയ പുതിയ ഇൻവെൻഷൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഒരിക്കലും ഒരു കോമ്പറ്റീറ്റർ ചെയ്യണ കാര്യങ്ങൾ ചെയ്യണമെന്ന് ചോദിച്ചാൽ അത് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ മനസ്സിലാക്കി എടുത്തോളൂ. നമ്മളത് അവരെന്താണ് ചെയ്യണേന്നുള്ളത് നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. എന്നിട്ട് നമ്മുടേതായ രീതിയിൽ, വ്യത്യസ്തമായ രീതിയിൽ നമ്മുടെ ലെവലിൽ നിന്ന് നമ്മൾ ചെയ്യണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ ഇൻഡസ്ട്രിയിൽ തന്നെ ഈ പറയുന്ന മൾട്ടിനാഷണൽ, അല്ലെങ്കിൽ മൾട്ടിനാഷണൽ എന്ന് പറയുന്നേക്കാളും ബിഗ് ജെയിൻസ്, നേരത്തെ പറഞ്ഞ പോലെ ബിഗർ ജെയിൻസ് കോടികളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൊണ്ടുവന്ന് പമ്പ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ ആ ചെയ്യണതിൻ്റെ ഒരു ലെവലിൽ എന്താണോ മനസ്സിലാക്കുക, നമുക്ക് എങ്ങനെ ആ പൈസ എല്ലാം അത്രയും മുടങ്ങാണ്ട് ഏത് രീതിയിൽ നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ പറ്റുമോ അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ നമ്മുടേതായ ഒരു രീതിയിൽ ചെയ്യുക. ഒരിക്കലും കോമ്പറ്റീഷൻ്റെ പുറകിലേക്ക് പോകരുത്. എപ്പോഴും ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ നല്ലതാണ്. അൺഹെൽത്തി കോമ്പറ്റീഷൻ ആക്ച്വലി ആ ഇൻഡസ്ട്രീനെ തന്നെ ഇല്ലാണ്ടാക്കിക്കളയും. അപ്പോൾ ഹൗ ഈസ് സ്വാമീസ് ഒരു ഡിഫറെൻറ്റ് ഫ്രം ഈ കോമ്പറ്റീഷൻ നോക്കുമ്പോൾ എങ്ങനെയാണ് അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഡിഫറൻഷ്യേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്ലൂഡിങ് പ്രൊഡക്റ്റ് റേഞ്ച്. അതിൽ യെസ്, പ്രൊഡക്റ്റ് റേഞ്ചിൽ ആക്ച്വലി നമുക്ക് ഡിഫറൻസിയേഷൻ ആക്ച്വലി അധികം കൊണ്ടുവരാൻ പറ്റില്ല. ഡിഫറൻസിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ടേസ്റ്റിലുണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ള ഒരു അപ്പിയറൻസിൽ എല്ലാത്തിലും അതിൻ്റെ ഡിഫറൻസ് ഉണ്ടാവും, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പ്രൊഡക്റ്റ് റേഞ്ചുകൾ നമുക്ക് വലിയൊരു ഡിഫറൻസിയേഷൻ കൊണ്ടുവരാമെന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല ഇൻഡസ്ട്രിയിൽ. കാരണം ഇത് നമ്മുടെ ഒരു ജനറിക് പ്രൊഡക്റ്റാണ് ആക്ച്വലി. ആളുകൾക്ക് നിത്യോപയോഗത്തിന് വരുന്ന സാധനമാണല്ലോ. അപ്പം മുളക് പൊടിയായിട്ട് തന്നെ ഇരിക്കണം. അതിനെ വേറെ ഏതെങ്കിലും കട്ടിലോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞ് നമുക്ക് കറിയിലിടാൻ പറ്റൂല. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒരു പ്രൊഡക്റ്റിൽ നമുക്ക് വലിയൊരു ചേഞ്ചസോ കോമ്പറ്റീഷൻ, ഒരു പ്രൊഡക്റ്റ് ലൈനിൽ നിന്നിട്ട് നമ്മുടെ സ്ട്രാറ്റജീസിൽ മാത്രമാണ് നമുക്ക് എപ്പോഴും ഒരു കോമ്പറ്റീഷനിൽ എന്തെങ്കിലും ഇന്നോവേഷൻ കൊണ്ടുവരാം. അപ്പോൾ അതിലൊരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്വിക്ക് കൊമേഴ്സ് അല്ലെങ്കിൽ ഇ കൊമേഴ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് ഡെലിവറി ആയിട്ട് ഇപ്പോൾ ബ്ലിങ്കിറ്റ് അല്ലെങ്കിൽ സ്വിഗ്ഗി, അത്തരത്തിൽ ഉള്ളൊരു കൾച്ചർ, ഒരു ഷോപ്പിംഗ് ബിഹേവിയർ ചെറിയ രീതിയിൽ മാറുന്നുണ്ടല്ലോ. അപ്പോൾ പണ്ട് തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിൽ പോയി നോക്കുന്നു, ഇപ്പോൾ കുറച്ചുകൂടി ചിലപ്പോൾ എല്ലാം കൂടി ഇൻസ്റ്റാമാർട്ടിൽ വരുന്നു. അപ്പോൾ ആ രീതിയിലുള്ള ക്വിക്ക് കൊമേഴ്സിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതൊരു ഭയങ്കര ഒരു ചേഞ്ച് ആക്ച്വലി കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ഇൻഡസ്ട്രി ഷോപ്പിംഗ് കൾച്ചറിൽ മാറ്റങ്ങൾ വരുത്താൻ പോകുന്നൊരു ഒരു സംഭവം തന്നെയാണ്. ഞാൻ എൻ്റെ ഒരു സ്റ്റഡിയിൽ ഞാൻ മനസ്സിലാക്കിയത് വെച്ച് കഴിഞ്ഞാൽ, ഷോപ്പിംഗ് വിൽ ബി ആൻ എക്സ്പീരിയൻസ്. ഐ മീൻ ഫിസിക്കൽ ഷോപ്പിംഗ് വിൽ ബി ആൻ എക്സ്പീരിയൻസ്. ബാക്കിയെല്ലാം ഓൺലൈനിൽ നമുക്ക് വീട്ടിലെത്തും. നിത്യേന വേണ്ട സാധനങ്ങളെല്ലാം വരും. നമ്മൾ ഷോപ്പ് ചെയ്യാൻ പോകുന്ന ഒരു എക്സ്പീരിയൻസിന് വേണ്ടി മാത്രമേ അതായത് സൂപ്പർ മാർക്കറ്റിൽ ഒരു കാർട്ട് നമ്മുടെ കയ്യിൽ തരുന്ന തൊട്ട് നിങ്ങൾ പോകുന്ന അവിടെ എല്ലാം ചിലപ്പോൾ അത് സ്മെല്ല് ചെയ്ത് മേടിക്കുന്ന കാര്യങ്ങളുണ്ടാവും. ആ രീതിയിൽ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് തന്നെ മാറും മറ്റേ ട്രഡീഷണൽ ഷോപ്പിംഗ് മെത്തേഡ്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമുക്കിപ്പോൾ ഈ കൊമേഴ്സ്, നമുക്കിപ്പോൾ വീട്ടിൽ കാലത്ത് പാല് വേണം, പാല് മേടിക്കാൻ ഇനി ആരും പോകില്ല, പാല് വീട്ടിൽ വരും. പക്ഷെ അതേസമയം ഷോപ്പിംഗ് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് മാറണപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചിലപ്പോൾ ഒരു ഷോപ്പിൽ കയറി ചെല്ലുമ്പോൾ അവിടുത്തെ ഇൻറ്റീരിയർ ഫീല്, ഇപ്പോൾ നമ്മൾ മീൽസ് എല്ലാ ദിവസവും നമ്മൾ കഴിക്കണത് ഒരിക്കലും വലിയൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നമ്മൾ മീൽസ് കഴിക്കില്ല. നമ്മൾ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയിട്ടായിരിക്കും നമ്മൾ മീൽസ് കഴിക്കാൻ ശ്രമിക്കുക. അവരൊരു സ്പെഷ്യൽ ഉണ്ടാവും ചിലപ്പോൾ. കാരണം അത് ഡെയിലി ഫുഡായിട്ട് നമ്മുടെ രീതിയിൽ വരും. പക്ഷെ നമ്മളൊരു വീക്കെൻഡ് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും അവിടെ പോകാൻ ശ്രമിക്കില്ല. എന്ത് ചെയ്യും? നമ്മൾ എവിടെയെങ്കിലും എക്സ്പീരിയൻസ് കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് റീൽ നോക്കി സേവ് ചെയ്ത്. അതേപോലെ തന്നെ ഷോപ്പിംഗ് മാറും. ഷോപ്പിംഗ് എന്ന് പറയുന്ന, ഫിസിക്കൽ ഷോപ്പിംഗ് എന്ന് പറയുന്നത് ആളുകൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ മാളുകളാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹൈ എൻഡ് ഷോപ്സോ കാര്യങ്ങളായിട്ട് വരാം. ബാക്കിയെല്ലാം ഇതേപോലുള്ള ഇ കൊമേഴ്സ് അല്ലെങ്കിൽ 10 minutes ഡെലിവറിയിൽ വരാനുള്ള ചാൻസസ് ഭയങ്കര ഹൈ. ഓക്കെ, ഇത് കാണുന്ന ഒരു ഓൺടർപ്രണർഷിപ്പിലേക്ക് സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഒരു ഓൺടർപ്രണർ ആവണം എന്നുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് അല്ലെങ്കിൽ ഒരു ടിപ്പ് എന്തായിരിക്കും? ആക്ച്വലി അഡ്വൈസ് കൊടുക്കാനുള്ള ഇതിലോട്ടൊക്കെ ഞാൻ വളർന്നു എന്ന് വെച്ചാൽ എനിക്കറിയില്ല. അല്ല, സ്റ്റിൽ പക്ഷെ ഇത്ര റൺ ചെയ്യുന്നുണ്ടല്ലോ, ഒരു ബിസിനസ് സക്സസ്ഫുള്ളി ഇത്ര നാൾ റൺ ചെയ്യുന്നു, ഒരു ടിപ്പായിട്ട് പറയാലോ എന്തൊക്കെയായിരിക്കും ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ടീം മാനേജ്മെന്റ് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പഴയ പോലെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ചെയ്യരുതെന്നാണ് ഞാൻ പറയണേ. ശരിക്കും ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒതൻറ്റിക് ആയിട്ട് പേപ്പേഴ്സ് എല്ലാം കറക്റ്റ് ചെയ്യുക, അതിൻ്റെ ബ്രാൻഡ് രജിസ്റ്റർ ചെയ്യുക, പിന്നെ അതിൻ്റെ ഒരു പേപ്പർ വർക്ക്സ് കംപ്ലീറ്റ് കറക്റ്റ് ആയിരിക്കും. നമ്മൾ പണ്ട് എൻ്റെ അടുത്തൊരു 10,000 രൂപ ഉണ്ട്, നമുക്ക് രണ്ടുപേർക്ക് ഒരു ബിസിനസ് തുടങ്ങാം, അങ്ങനെ ചെയ്യരുത്. നമ്മൾ അതിനെ കറക്റ്റായിട്ട് പഠിച്ച് ഞാൻ എന്താണ് ആ ബിസിനസ്സിൽ ചെയ്യേണ്ടത്. ഇപ്പോൾ പാർട്ട്ണർ ആണെങ്കിൽ എൻ്റെ പാർട്ട്ണർ എന്താണ് പേപ്പേഴ്സ് എല്ലാം കറക്റ്റ് ആയിരിക്കും. നമുക്ക് അതിനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇപ്പോഴുണ്ട്. ഇപ്പോൾ കണ്ടമാനം കൺസൾട്ടൻസ് നമുക്ക് കിട്ടും, കൺസൾട്ടേഷൻസ് കിട്ടും. ആളുകളുടെ അടുത്ത് അഡ്വൈസ് എടുക്കുക, ചോദിക്കുക, അല്ലെങ്കിൽ നെറ്റിൽ സെർച്ച് ചെയ്യുക. AI എന്ന് പറയുന്ന ടൂള് തന്നെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അതൊക്കെ വെച്ച് യൂസ് ചെയ്ത് നമ്മൾ ഒരു സ്ട്രക്ചർ ചെയ്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. ചെറുതാണെങ്കിൽ കൂടിയും സ്ട്രക്ചർ ചെയ്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ ചെയ്യുക. കാരണം ഏത് ബിസിനസ്സിനും
അതിനൊരു വാല്യൂ ഉണ്ട്. ഉം. അതൊരു എത്ര വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ബാങ്കിലിട്ട് പലിശ വലുതാവണ പോലെ ആ ബിസിനസ്സും വലുതാവാണ്. ഉം. അതും നമ്മൾ ലാൻഡ് വിൽക്കണോ അല്ല വിൽക്കാൻ പറ്റും. അത് നമ്മളെ ഇന്ന് ഇൻഡസ്ട്രി തന്നെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. ഉം. ഞങ്ങളുടെ ഇൻഡസ്ട്രി മാത്രമല്ല, എല്ലാ ഇൻഡസ്ട്രീസിലും നമ്മൾ കാണുന്നുണ്ട്. ഒരു ബ്രാൻഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു യെസ്, ബ്രാൻഡിന്റെ വാല്യൂ, അല്ലെങ്കിൽ ബ്രാൻഡ് ടേക്ക് ഓവർ വരാ, ഉം. അല്ലെങ്കിൽ മെർജ് ചെയ്യുക. ഉം. അപ്പൊ അതൊക്കെ വരുന്നു. ബിയോണ്ട് അസെറ്റ്സ് അല്ല, yes, അതിന്റെ ഒരു പേരിന് ആ ഒരു ലേബലിന് ഉള്ള വില ബിയോണ്ട് അസെറ്റ് എന്നല്ല, അസെറ്റ് നമ്മുടെ കാണപ്പെടുന്ന അസറ്റിനേക്കാളും വലുതാണ്. വലുതാണ് മറ്റേ. യെസ്, ഇൻടാഞ്ചിബിൾ ആണ് അത്. ഉം. അപ്പോൾ അത് പേപ്പർ വർക്ക് കറക്റ്റ് ആണെങ്കിലേ നമുക്ക് അതിൻ്റെയൊക്കെ ഒരു ബെനിഫിറ്റ് അതിൽ ശരിക്കും എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഡോക്യുമെന്റേഷൻ പാർട്ടും സിസ്റ്റവും ഭയങ്കരമായിട്ട് കൊണ്ടുവരണം. മാനേജ്മെന്റ് കറക്റ്റായിട്ട് നോക്കണം. അതാണ് എനിക്കൊരു പുതിയതായിട്ട് ഈ ബിസിനസ്സിലോട്ട് വരാൻ താല്പര്യപ്പെടുന്നത് പറയാനുള്ളത്. ഇതേപോലെ ആരെങ്കിലും നോക്കി കാണുന്ന ഓണ്ടർപ്രണേഴ്സ് അല്ലെ ബ്രാൻഡ്സ് ആരായിരിക്കും ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്? ഇന്ത്യയിലാവാം, അല്ലെങ്കിൽ ഞാൻ ആക്ച്വലി റിസ്ക് എടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ നോക്കി കണ്ട ആൾ ജെഫ് ബെസോസ് ആണ്. ജെഫ് ബെസോസ്. ഓക്കെ. ആള് നമ്മൾ പണ്ട് മുകളിലും അമ്പിളിമാമനെ കാണിച്ച് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലത്തേക്ക് ആളെ ടൂർ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നു പറയുന്നില്ലേ. അപ്പോൾ ആളുടെ ആ തോട്ട് വരെ അത്ര വലുതാണ്. സോ ആള് തന്നെയാണ് ഞാനത് നോക്കി കാണുന്നത്. സ്വാമീസ് ഇപ്പോൾ കറൻ്റ്ലി എന്തൊക്കെയാണ് പ്രിഡോമിനൻ്റ്ലി പ്രൊഡക്റ്റ് റേഞ്ച് എന്താണ്, എന്തൊക്കെ സർവീസസ് ആണ് കൊടുക്കുന്നത്? സ്വാമീസിൻ്റെ പ്രൊഡക്റ്റ് റേഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് കറി പൗഡേഴ്സ്, നമ്മുടെ സാമ്പാർ, ചിക്കൻ, മീറ്റ്, അങ്ങനെ കറി പൗഡേഴ്സ് വരുന്നുണ്ട്. സ്പൈസ് പൗഡേഴ്സ് എന്ന് പറയും, മുളക്, മല്ലി, മഞ്ഞൾ, അതിൻ്റെ പൗഡേഴ്സ് വരുന്നുണ്ട്. പിന്നെ പിക്കിൾസിൻ്റെ ഒരു വലിയ റേഞ്ച് തന്നെ സ്വാമീസിനുണ്ട്. പിന്നെ കറി പേസ്റ്റുകൾ, കറി പേസ്റ്റ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അങ്ങനെയുള്ള പേസ്റ്റുകൾ നമുക്ക് വരുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ്, പുട്ടുപൊടി, അപ്പപ്പൊടി, നമ്മുടെ സ്റ്റീം പുട്ടുപൊടി, അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് നമ്മുടെ കൂടുതലായിട്ട് വരുന്നത്. പിന്നെ നമുക്കൊരു ഇൻ്റർനാഷണൽ റേഞ്ച് വരുന്നുണ്ട്. ഇൻ്റർനാഷണൽ റേഞ്ചിൽ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അറബിക് കറി പൗഡർ, ഓക്കെ, ആഫ്രിക്കൻ കറി പൗഡർ, 7 സ്പൈസസ്, പിന്നെ അതേപോലെ മറ്റുള്ള രാജ്യങ്ങളിൽ യൂസ് ചെയ്യുന്ന കറി പൗഡേഴ്സ് ഉണ്ടല്ലോ. ഓരോ കറി പൗഡേഴ്സും നമുക്ക് അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മളതങ്ങനെ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു SCP, സ്വാമീസ് കോണ്ടിമെൻറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പ്രൈവറ്റ് ലേബലിങ്ങിന് വേണ്ടിയിട്ട് ഒരു വേർട്ടിക്കൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അതിൽ നമ്മളൊരു ബിഗർ പ്ലെയറാണ് ആക്ച്വലി വൈറ്റ് ലേബിൾ. ഒരു മേജർ എല്ലാ ബ്രാൻഡ്സിനും നമ്മൾ തന്നെയാണ് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു സ്പെസിഫിക് പ്രൊഡക്റ്റ്, സ്പെസിഫിക് സ്റ്റാൻഡേർഡ് എല്ലാം അവർക്കുണ്ട്. അപ്പോൾ ആ സ്റ്റാൻഡേർഡിൽ നിങ്ങളുടെ ഫാക്ടറിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. യെസ്, അവരുടെ ഒരു പ്രൊഡക്ഷൻ പാർട്ട് മാത്രം നമ്മൾ ടേക്ക് കെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ ആർക്ക് വേണമെങ്കിലും ഇപ്പോൾ ഒരു സിമ്പിളായിട്ടൊരു ബ്രാൻഡ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിൻ്റെ ഒരു കൺസൾട്ടേഷൻ തുടങ്ങി. കൺസൾട്ടേഷൻ എന്ന് പറയുമ്പോൾ ബേസിക്കായിട്ട് ഉള്ള കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രൊഡക്റ്റ് കൺസൾട്ടേഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എങ്ങനെ പ്രൊഡക്റ്റിൻ്റെ പാക്കേജിങ് എങ്ങനെ വേണം, ഡിസൈൻസ് അല്ല നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ പാക്കറ്റ്സ് 200 ഗ്രാമാണോ 150 ഗ്രാമാണോ മാർക്കറ്റിൽ കൂടുതൽ പോവുക, അങ്ങനെയുള്ളൊരു ഐഡിയാസൊക്കെ നമ്മൾ അവർക്ക് കൊടുക്കും. അവിടെ നിന്ന് ആ പ്രൊഡക്റ്റ് എത്തിക്കുന്നവരെയുള്ള കാര്യങ്ങൾ ചെയ്യും. പ്രൊഡക്റ്റ് എത്തിക്കാന്ന് പറഞ്ഞാൽ അവരുടെ ഗോഡൗണിലേക്ക് എത്തിക്കുന്നവരെ നമ്മൾ അവരുടെ ഒരു പ്രൊഡക്ഷൻ പാർട്ട്ണറായിട്ടാണ് നമ്മൾ അവരുടെ അടുത്ത് നിൽക്കുക. മാർക്കറ്റിംഗ് അവരായിരിക്കും ചെയ്യണത്. എന്തായാലും ഒരു ഫുഡ് ഓണ്ടർപ്രണറിനെ കിട്ടിയ സ്ഥിതിക്ക് ഫേവറേറ്റ് ഫുഡ് ഐറ്റം കൂടി ചോദിച്ചിട്ട് നമുക്കിത്, എന്താണ് ഫേവറേറ്റ് ഫുഡ് ഐറ്റം? എൻ്റെ ഫേവറേറ്റ് ഫുഡ് നാടൻ ഫുഡ് തന്നെയാണ്. അതിൽ കപ്പയും ബീഫുമാണ് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫുഡ്. സോ ഈ ഷോയുടെ ഒരു ഫൈനൽ സെഗ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഷോ എങ്ങനെ ഉണ്ടായിരുന്നു? എൻജോയ് ചെയ്തോ? അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതേപോലെ നമുക്ക് 2 ഫൗണ്ടേഴ്സിനെ റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരിവിടെ വന്നു കഴിഞ്ഞാൽ നല്ലതാണെന്ന് തോന്നുകയാണെ ആരുടെ പേര് പറയും? കണ്ടമാനം നമുക്ക് ബിസിനസ്സിലുള്ള ഫ്രണ്ട്സ് ഉണ്ട്. ഒരാളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റാൾക്ക് വിഷമാവില്ലേ എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് 2 പേരുടെ പേര് പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലോട്ട് ഓടി വന്നത്, ഒന്ന് ലീനാസ് മഷ്റൂം എന്ന് പറഞ്ഞിട്ട് ജിത്തു, പിന്നെ ഹെയിൻസ് മോട്ടോഴ്സിൻ്റെ അരുൺ സജീവൻ. ഞാൻ എന്തുകൊണ്ടാണ് ഇവരുടെ പേര് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവർ 2 പേരും ശരിക്കും ഫൗണ്ടേഴ്സ് തന്നെയാണ്. അവർ സ്വന്തമായിട്ട് ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് ബിൽഡ് ചെയ്ത് വന്ന ബിസിനസ്സുകളാണ്. 2ഉം നല്ല സക്സസ്ഫുള്ളായിട്ട് പോകുന്നു. അപ്പോൾ അവർ 2 പേരും ഇതിൽ വരാണെങ്കിൽ എനിക്ക് തോന്നുന്നു സബരീഷിന് കുറച്ചുകൂടി നല്ല അടിപൊളി, അല്ലെങ്കിൽ വ്യൂവേഴ്സിനൊക്കെ അവരുടെ ലൈഫ് സ്റ്റോറീസ് കേൾക്കാൻ പറ്റാൻ വളരെ വളരെ നല്ലതായിരിക്കും. കാരണം എനിക്കൊരു സ്ട്രഗിളുടെ കഥ പറയാൻ സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്തില്ല. അവർക്കൊരു സ്ട്രഗിളുടെ കഥ പറയാൻ എന്തായാലും ഉണ്ടാവും. ഷുവർ. താങ്ക് യു.